മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ രാജഗോപാൽ പത്മഭൂഷൺ പ്രഖ്യാപനത്തിനുള്ള അന്തിമ പട്ടികയിലെന്ന വാർത്ത വരുന്നു. പൊതുപ്രവർത്തകർ എന്ന വിഭാഗത്തിലാണ് ഒ രാജഗോപാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടം നൽകും കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ദീപക്, ഒ രാജഗോപാൽ ബി.ജെ.പിയിലെ മുതിർന്ന നേതാവാണ്. പക്ഷേ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് ബി.ജെ.പിക്ക് എതിരായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒ രാജഗോപാലിനെ പത്മഭൂഷൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ നേതാക്കളിൽ ഒരാൾ ഒ രാജഗോപാലാണ്. ആ ഒ രാജഗോപാലിനെയാണ് പത്മഭൂഷൺ പട്ടികയിലേക്ക് കേന്ദ്ര സർക്കാർ പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം MHAയിലെ നിന്നും ഒ രാജഗോപാലിന് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നേരത്തെ തന്നെ IBയും മറ്റ് ഏജൻസികളെല്ലാം തന്നെ ഈ പത്മ പട്ടികയിലെ പരിശോധന നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിക്കുക എന്ന ഔപചാരികമായ ചടങ്ങിലേക്ക് പോലും, ഔപചാരികമായ നടപടികളിലേക്ക് പോലും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നും ഏറ്റവും മുതിർന്ന ഒരു പൊതുപ്രവർത്തകനെ പത്മഭൂഷൺ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. അന്തിമ പട്ടികയായി ഇന്ന് രാത്രിയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഒരുപക്ഷെ നേരത്തെ ഈ രീതിയിൽ രാഷ്ട്രീയ രംഗത്തു നിന്നും പത്മഭൂഷൺ പട്ടികയിലേക്ക് കേരളത്തിൽ നിന്നും ബി.ജെ.പി. നേതാക്കൾ ആരും തന്നെ പോയിട്ടില്ല. കഴിഞ്ഞ 2 ടേം ബി.ജെ.പി. സർക്കാരിന്റെ കാലഘട്ടത്തിലും രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒ രാജഗോപാൽ ജനസംഘകാലം മുതൽ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെട്ടു. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രി എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് എന്ന നിലപാടാണ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ അമൃതം ഗമയ എന്ന ആത്മകഥയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഒ രാജഗോപാലിനെ പത്മഭൂഷൺ പട്ടികയിൽ, പത്മ ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പത്മഭൂഷൺ അംഗീകാരത്തിലേക്ക് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തു അന്തിമ പട്ടികയിൽ എത്തിയിരിക്കുന്നത്. പ്രജിൻ, ശരി. ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.